കോഴിക്കോട്ടെ UDFന്റെ മേയർ സ്ഥാനാർത്ഥി ചലച്ചിത്ര സംവിധായകൻ VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നീക്കിയ സംഭവത്തിൽ കോൺഗ്രസ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഇപ്പോൾ VM വിനു മാധ്യമങ്ങളെ കാണുകയാണ്. മോനുമില്ല വോട്ട്, മോനുമില്ല. ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നാന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെ പാകിസ്ഥാൻ എന്ന് പറയാം. അപ്പൊ ആർക്കും വോട്ടില്ല. നമുക്ക് നമ്മൾ പ്രചാരണ തന്ത്രമാണ്, ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിനെ ഞങ്ങൾക്കിപ്പോ ഈ പ്രചരണ തന്ത്രമൊന്നും ആവശ്യമില്ല. കാരണം ജനങ്ങൾ എന്നെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വോട്ടില്ല പറഞ്ഞ് പ്രചരണം, അതൊക്കെ അവരുടെ തന്ത്രമല്ലേ. ഇവിടെ എല്ലാവരും, ഞാനിപ്പോൾ ഇവിടെ പ്രവർത്തിച്ച് 2-3 ദിവസമായി ഞാൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളുടെയും ഏത് പാർട്ടിയിലുള്ളതാണെങ്കിൽ അല്ലാത്തവരുടെ പ്രതികരണം എന്താ വെച്ചാൽ കുറച്ച് കാലം ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ, സഹിച്ച് മടുത്തു എന്നാണ് ആൾക്കാർ പറയുന്നത്. ഏത് തിരുവനന്തപുരത്ത് അത് തന്നെ ഞാനത് തന്നെ വിശ്വസിക്കുന്നത്. കാരണം തീർച്ചയായും കോടതി നിയമമുള്ള ഇനിയിപ്പോൾ നമ്മൾക്ക് സാധാരണക്കാരൻ്റെ ഒരു ആശ്രയം, ബാക്കിയൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ് ഓരോ പൗരനും നേരും. കാരണം ബീഹാറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കും. എൻ്റെ ഒരു വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കും എൻ്റെ പാർട്ടിക്ക് ഇത്ര വികാരം ഉണ്ടായെങ്കിൽ, വികാരപരമായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു. 3-4 ലക്ഷം ആൾക്കാരുടെ വോട്ടുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ ബീഹാറിൽ കണ്ടാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത്. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ല, പരാജയപ്പെടുത്താനുള്ള അവരുടെ തന്ത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും കൊടുത്തു. കളക്ടറിനെ വേണ്ടി നടപടി എടുക്കാൻ വിളിക്കാം, നാളെ ഇന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല, നമ്മൾ ഹൈക്കോടതിയിൽ പോകും. ഇവിടെ കോടതി ഇല്ലേ എന്ന് നമ്മളെന്താണ് പേടിക്കുന്നത്? കോടതി സത്യസന്ധമായ ഒരു വ്യവസ്ഥാപിത സ്ഥാപനമുണ്ട്. കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി UDFന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ വോട്ട് തള്ളിയ കാര്യം അദ്ദേഹം തന്നെ വിശദീകരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.